ഗൈസ്, നമ്മൾ വന്നിരിക്കുന്നത് ദുബായിയുടെ തന്നെ മിറാക്കിൾ ഗാർഡൻ ആണ് ഗൈസ്. സോ വെരി വെരി എക്സൈറ്റിംഗ് ആൻഡ് വെരി ഫാബുലസ് വ്യൂസ് ആർ വെയിറ്റിംഗ് ഫോർ യു ഗൈസ്. സോ നമുക്ക് പോയാലോ? ഇന്ന് നമ്മൾ സന്ദർശിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലവർ ഗാർഡനായ ദുബായ് മിറാക്കിൾ ഗാർഡനിലാണ്. ദുബായിയുടെ പുഞ്ചിരിയും പൂവും നിറഞ്ഞ ഈ ഗാർഡൻ നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ദുബായ് മിറാക്കിൾ ഗാർഡൻ ആദ്യമായി ഓപ്പൺ ചെയ്തത് 2013 ഫെബ്രുവരി 14 അതെ, പ്രണയദിനത്തിൽ. ലവ്, ബ്യൂട്ടി, നേച്ചർ, ഈ ഒരു കൺസെപ്റ്റിലാണ് ഈ ഒരു പൂന്തോട്ടം. ദുബായിലെ അൽബാർഷ സൗത്ത് 3 ഇത് സ്ഥിതി ചെയ്യുന്നത്. ദുബായ് പ്രോപ്പർട്ടീസ് ഗ്രൂപ്പും അക്ബർ ലാൻഡിംഗ് ആൻഡ് അഗ്രികൾച്ചർ കമ്പനിയും ചേർന്നാണ് ഇത് വികസിപ്പിച്ചത്. 72,000 സ്ക്വയർ മീറ്ററിൽ പരക്കുന്ന ഗാർഡനിൽ ആദ്യഘട്ടത്തിൽ തന്നെ 40 ലക്ഷത്തിലധികം പുഷ്പങ്ങൾ നടുകയായിരുന്നു. ആദ്യ വർഷം തന്നെ ലോകമൊക്കെയുള്ള ടൂറിസ്റ്റുകളുടെ ശ്രദ്ധയും പിടിച്ചുപറ്റി. ദുബായ് മിറാക്കിൾ ഗാർഡനിലെ ടിക്കറ്റുകളുടെ റേറ്റുകൾ: അഡൽട്ട് ടിക്കറ്റുകൾക്ക് ഏകദേശം 65 ദിർഹംസും കുട്ടികളുടെ ടിക്കറ്റിന് 35 ദിർഹംസും 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സമ്പൂർണമായും സൗജന്യമായിരിക്കും. വിദ്യാർത്ഥികൾക്കും മുതിർന്ന പൗരന്മാർക്കും പ്രത്യേക വിലക്കുറവുകൾ ഉണ്ടാവും. ചിലപ്പോഴൊക്കെ പ്രൊമോഷനുകൾ ഓഫറുകൾ വഴിയും ഈ നിരക്കുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. ടിക്കറ്റുകൾ എവിടെ നിന്ന് വാങ്ങും? ദുബായ് മിറാക്കിൾ ഗാർഡന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളായ ടിക്കറ്റ് മാസ്റ്റർ, പ്ലാറ്റിനം ലിസ്റ്റ്, ബുക്ക് മൈ ഷോ മുതലായവ വഴിയോ, അല്ലെങ്കിൽ നേരിട്ട് പ്രവേശന കവാടത്തിൽ നിന്നോ ടിക്കറ്റുകൾ എടുക്കാവുന്നതാണ്. ടിക്കറ്റുകൾ എടുക്കാൻ വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ എമിറേറ്റ്സ് ഐ ഡി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. എമിറേറ്റ്സ് ഐ ഡി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ടതാണ്. Hello Dubai 360, iftar party enjoying Dubai frame view, Dubai Metro. ദുബായ് മിറാക്കിൾ ഗാർഡനിലെ പ്രേക്ഷകരെ അത്ഭുതത്തിലാഴ്ത്തുന്ന പ്രധാന ആകർഷണങ്ങൾ: 1. എമിറേറ്റ്സ് എയർബസ് A380. ദുബായ് മിറാക്കിൾ ഗാർഡനിലെ ഏറ്റവും ആകർഷണമായ ഒന്നാണ് എമിറേറ്റ്സ് എയർബസ് A380. ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പ നിർമ്മിത വിമാനമായി ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇടം പിടിച്ച ഈ അത്ഭുതം നിരൂപകരെയും സന്ദർശകരെയും ഒരുപോലെ ആകർഷിക്കുന്നു. 150,000-ലധികം പുഷ്പങ്ങളാൽ കവർ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഈ വിമാനത്തിൻ്റെ വിശാലതയും അതിൻ്റെ വിശദാംശങ്ങളായ അൾജീനിയം, മെറിഗോൾഡ്, വിൻക എന്നിവയുടെ ജാലപ്രകാശങ്ങളും അതിശയകരമാണ്. ഇത് നിർമ്മിക്കാൻ 6 മാസത്തിലധികം സമയം ആയിട്ടുണ്ട്. ഏകദേശം 200 തൊഴിലാളികളുടെ സംഘർഷപരമായ സഹകരണത്തിൻ്റെ ഫലമായി A380 പ്രതിമ പുഷ്പങ്ങളാൽ പുനരാവിഷ്കരിക്കപ്പെട്ടു. ഇത് വ്യോമയാനത്തിൻ്റെയും പ്രകൃതിയുടെയും സൗന്ദര്യത്തിൻ്റെ ഒരുക്കമായിരുന്നു. 2. ഹാർട്ട് ടണൽ, കാമുകന്മാർക്കും കുടുംബങ്ങൾക്കുമായുള്ള സെൽഫി സ്പോട്ട്. പുഷ്പങ്ങളാൽ നിർമ്മിച്ച ഹൃദയാകൃതിയിലുള്ള വാതിലുകൾ ചേർന്ന് ഉള്ള ടണൽ അതിമനോഹരമാണ്. ഇതുവഴി നടക്കുമ്പോൾ ഒരു സ്വപ്ന ലോകത്തേക്കാണ് നാം കടക്കുന്നത് എന്ന തോന്നൽ വരും. പ്രത്യേകിച്ച് പ്രണയിനികൾക്കും പുതു മണവാളന്മാർക്കും ഇത് വളരെ പ്രിയപ്പെട്ട സ്ഥലമാണ്. അത്യന്തം ഫോട്ടോജനിക് ആയ ഈ ഹാർട്ട് ടണൽ രാത്രി ലൈറ്റിംഗ് ചേർന്നാൽ അതിൻ്റെ സൗന്ദര്യം ഇരട്ടിയാകും. ഓരോ സീസണിലും പൂക്കളുകളും നിറം മാറ്റുന്നതിനാൽ ഓരോ സന്ദർശനത്തിനും വ്യത്യസ്തമായ അനുഭവമുണ്ടാകും. മൂന്ന്, ഫ്ലോറൽ ക്ലോക്ക്,
സമയം കാണിക്കുന്ന പുഷ്പഘടികാരം. ഈ ഭാഗം വളരെ വലിയ ഒരു ഘടികാരമാണ്. ഏകദേശം 15 മീറ്റർ വരെയാണ് വലിപ്പമുള്ളത്. ഇതിൻ്റെ മുഖ്യ ആകർഷണം അതിൻ്റെ പൂക്കളാണ്. ഓരോ സീസണിലും പുതുമയുള്ള പൂക്കളും ഡിസൈനുകളും ഉപയോഗിക്കുന്നു. പെറ്റൂണ, ഗർബറ, സൽവിയ പോലെ നിറമുള്ള പൂക്കളാണ് ഇവിടേക്കുള്ള അണിയറ താരങ്ങൾ. പ്രകൃതിയും ടെക്നോളജിയും ചേർന്ന് സമയം കാണിക്കുന്ന ഈ ഘടികാരത്തെക്കുറിച്ചുള്ള അത്ഭുതം കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കും. 4. മില്ലേനിയം ഗാർഡൻ ആൻഡ് സൺഫ്ലവർ ഫീൽഡ്. വർണ്ണങ്ങളുടെ ആഘോഷം. മില്ലേനിയം ഗാർഡൻ പുഷ്പങ്ങളുടെ വൈവിധ്യവും നിറഞ്ഞ ഒരു ഭാഗമാണ്. ഇവിടെ വിവിധ പുഷ്പശിലങ്ങൾ, ഡെക്കറേഷനുകൾ, പാതകൾ എന്നിവ കാണാനാകും. അതിനടുത്തായി സൺഫ്ലവർ ഫീൽഡ് കാണാം. സൂര്യൻ്റെ ദിശയിലേക്ക് തലതിരിക്കുന്ന അനേകം സൂര്യകാന്തികൾ. ഓരോ സ്ഥലത്ത് സൂര്യപ്രകാശമുള്ള സമയത്ത് ഈ ഭാഗത്ത് എടുത്ത ഫോട്ടോകൾ അതിമനോഹരമായിരിക്കും. ഫോട്ടോഗ്രാഫർമാർക്കും ഇൻഫ്ലുവൻസർമാർക്കും സ്വർഗമാണ് ഈ ഭാഗം. 5. 3D ഫിഗറുകൾ. പുഷ്പങ്ങൾക്കുള്ള ജീവൻ. കുട്ടികളുടെയും മുതിർന്നവരുടെയും ഇഷ്ടമായ ഭാഗം 3D ഫ്ലവർ ഫിഗറുകളാണ്. കാർട്ടൂൺ കഥാപാത്രങ്ങൾ, മൃഗങ്ങൾ, ഹീറോകൾ, ഡിസ്നി കഥാപാത്രങ്ങൾ എന്നിവ പുഷ്പങ്ങൾ കൊണ്ട് ശില്പമായി ഒരുക്കിയിരിക്കുന്നു. മിക്കി മൗസ്, മിനി ഡ്രോൺ, സിംബ തുടങ്ങിയവയുടെ പുഷ്പരൂപങ്ങൾ കാണുമ്പോൾ കുട്ടികൾക്ക് ആവേശമാകും. ഡിസ്നിയുമായി ചേർന്ന് തയ്യാറാക്കിയ ഈ ഭാഗം സാമൂഹ്യ മാധ്യമങ്ങളിലും ചിത്രങ്ങളിലും റീൽസ് നിർമ്മാതാക്കൾക്കും ഉത്തമ സ്ഥാനമാണ്. ഇങ്ങനെ പുഷ്പങ്ങൾ ഉപയോഗിച്ച് രസകരമായ കാഴ്ചകൾ ഒരുക്കിയിരിക്കുന്ന ഗാർഡൻ ഭാഗങ്ങൾ മിറാക്കിൾ ഗാർഡനെ വേറിട്ട അനുഭവമായി മാറ്റുന്നു. എങ്ങനെ മിറാക്കിൾ ഗാർഡനിലെത്താം? അതിനായി മെട്രോ റെഡ് ലൈനിൽ നിങ്ങൾ കയറുക. മാൾ ഓഫ് ദ എമിറേറ്റ്സ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി ബസ് സ്റ്റോപ്പ് ഭാഗത്തേക്ക് പോവുക. അവിടെ നിന്ന് ബസ് നമ്പർ 105 കയറി നേരിട്ട് മിറാക്കിൾ ഗാർഡനിലേക്ക് യാത്ര ചെയ്യാം. ഈ ബസ് 20 മുതൽ 30 മിനിറ്റ് ഇടയിൽ ഓടുന്നു. യാത്രാ സമയം ഏകദേശം 15 to 20 മിനിറ്റ് ആണ്. നിങ്ങൾ കാറിനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഗൂഗിൾ മാപ്പ് ലൊക്കേഷനിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മിറാക്കിൾ ഗാർഡനിലെത്താം. പാർക്കിംഗ് നിങ്ങൾക്ക് തികച്ചും സൗജന്യമാണ്. The drums of war, they pound, they call, but love will rise above it all. Rise of the flame, rise of the fire, higher and higher, never tire. Through the ashes, through the pain, rise of the flame, we rise again, we rise again, we rise again, we rise again, we rise again.